ആപ്പിൾ ഇതിലും വലിയ ഫ്രീ പ്രൊമോഷൻ സ്വപ്നങ്ങളിൽ മാത്രമാണ്. കാരണം നിങ്ങളൊരു ഐഫോൺ യൂസറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ളൊരു നിമിഷമാണ് ഇപ്പം. കാരണം റീസെൻ്റ്ലി നിങ്ങൾ അറിഞ്ഞു കാണും നാസയുടെ ആർട്ടിമിസ് 2 മിഷൻ. അതിൻ്റെ ഭാഗമായിട്ട് 4 ആസ്ട്രോനോട്ട്സിനെയാണ് സ്പേസിലേക്ക് അയച്ചേക്കുന്നത്. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മൂണിനെ സ്ലിംഗ് ഷോട്ട് ചെയ്ത് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള പാത്തിൽ കൂടെ പോയി അതിൻ്റെ കുറച്ച് ഇമേജസ് ക്യാപ്ചർ ചെയ്യുക, അതിനെപ്പറ്റിയുള്ള സയൻറ്റിഫിക്കൽ സ്റ്റഡീസ് നടത്തുക, തിരിച്ച് ഭൂമിയിലേക്ക് വരിക. ഇതാണ് അവരുടെ മിഷൻ. എന്നാൽ ഈ മിഷനിൽ വീഡിയോസും ഫോട്ടോസ് പകർത്താൻ വേണ്ടി ആസ്ട്രോനോട്ട്സ് ക്യാരി ചെയ്തിട്ടുള്ള ഡിവൈസുകളിൽ ഒന്നാണ് ഐഫോൺ 17 Pro Max. ബഹിരാകാശ യാത്രകളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് ഫോണിനെ സ്പേസിലേക്ക് കൊണ്ടുവന്നത്. ഇതുവരെ ഐഫോൺ എന്ന് പറയുമ്പോൾ വീഡിയോഗ്രാഫി ഓക്കെ, എന്നാൽ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗൂഗിൾ പിക്സലും സാംസങ് ഗാലക്സിയും ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു ഐഫോണിൻ്റെ സ്ഥാനം എന്നായിരുന്നു പല ആളുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനെയെല്ലാം നാസ ഷെയർ ചെയ്ത ഒരൊറ്റ ഫോട്ടോയിലൂടെ 4 അല്ല 18 മടക്കി കൈ കൊടുത്തേക്കുവാണ്. കാരണം നാസ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആർട്ടിമിസ് 2 മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്തിരിക്കുന്ന മിക്ക ഇമേജസുകളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഐഫോൺ 17 Pro Maxലാണ്. ആപ്പിളിന് ഇതിലും വലിയ ഫ്രീ പ്രൊമോഷൻ ലഭിക്കാനില്ല. സാംസങ് ഗാലക്സി ഫോണുകൾക്ക് ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ്റെ പിക്ചർ എടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഐഫോണിന് ഭൂമിയിൽ നിന്നൊന്നും ആവശ്യമില്ല, അങ്ങ് സ്പേസിൽ പോയി വേണമെങ്കിലും ഫോട്ടോ എടുക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇനി എന്തുകൊണ്ടാണ് സ്പെസിഫിക്കലി നാസ അല്ലെങ്കിൽ ആസ്ട്രോനോട്ട്സ് പോലും ഐഫോൺ തന്നെ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം? ചുമ്മാ കൊണ്ടുവന്നിട്ട് ആ ഐഫോൺ അല്ലേ ഫ്രീ പ്രൊമോഷൻ കൊടുത്തേക്കാം എന്നൊന്നും കരുതിയിട്ടല്ല, അല്ലെങ്കിൽ ഈസി ടു യൂസ് അല്ലേ? അഫ്കോഴ്സ് ഈസി ടു യൂസ് ആണ്, പക്ഷേ ഈ കാര്യങ്ങൾ മാത്രമല്ല. അതിൻ്റെ ഒന്നാമത്തെ കാര്യം സേഫ്റ്റി. കാരണം ഐഫോൺ 17 സീരീസിൽ പ്രോ സീരീസിൽ യൂസ് ചെയ്തിരിക്കുന്നത് 7000 സീരീസ് അലുമിനിയമാണ്. അതും യുണീ ബോഡി സ്ട്രക്ചറാണ് ഇതിലുള്ളത്. ഇതിൽ വേറെ ഒട്ടീരോ പരിപാടിയോ ഒന്നുമില്ല. ഇതൊരൊറ്റ യുണീ ബോഡി സ്ട്രക്ചറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഷാസിയാണ്. അതുകൊണ്ട് തന്നെ മൈക്രോഗ്രാവിറ്റി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കൺസേൺസും ഈ ഒരു ഡിവൈസ് നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ്. 2 യൂസേഴ്സിന് ഫെമിലിയർ ആണ്. അതായത് ഈ പോയ 4 ആസ്ട്രോനോട്ട്സിനും ഈസി ടു യൂസ് ആണ്, കൺവീനിയൻ്റ് ആണ് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാൻ. കാരണം അവരുപയോഗിക്കുന്നത് ഐഫോണാണ്. 3 സുപ്പീരിയർ ഇമേജ് കേപ്പബിലിറ്റി എന്നുള്ളതാണ്. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന 48 മെഗാപിക്സൽ സെൻസറിൻ്റെ ആ ഒരു കേപ്പബിലിറ്റിയാണ് നാസ പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ലോകം കാണുന്ന ആസ്ട്രോനോട്ട്സിൻ്റെയും മൂണിൻ്റെയും എർത്തിൻ്റെയൊക്കെ കിടിലൻ ഇമേജസ് നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. സോ ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക.